So, welcome all of you to my another vlog. Welcome to St. Michael Church Feast Day. So, ഇന്ന് പള്ളി പെരുന്നാളാണ്. നമ്മുടെ സെയിൻറ്റ് മൈക്കിൾസ് പള്ളി ചെമ്പുമുക്ക് എറണാകുളത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ഊബർ ഓട്ടോ കയറി പള്ളി പോവാണ് കൊച്ചിനുള്ള ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ. സോ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണുക. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, പക്ഷേ നിങ്ങളെല്ലാവർക്കും ശരിക്കും നിങ്ങൾ ആ പള്ളി പെരുന്നാളിൽ വന്ന് ആസ്വദിച്ച ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ എൻ്റെ ഫുൾ വ്ളോഗ് കാണണം. പ്രത്യേകിച്ച് എല്ലാ ഓഡിയൻസിനാണ്. കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വീഡിയോസ് വരുന്നത്. കാരണം എനിക്ക് ആക്ച്വലി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിരുന്നു, സൈനസൊക്കെ ആയിപ്പോയായിരുന്നു. Okay guys, so welcome all of you to my vlog. Now we are traveling and as you can all see, ഇപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ ഓട്ടോ ക്രോസ് ചെയ്ത് നമ്മൾ എത്തിക്കുകയാണ് പള്ളിയിലേക്ക്. പള്ളി പെരുന്നാളിൽ എല്ലാവർക്കും അറിയാമല്ലോ, പള്ളിയൊക്കെ നല്ല ഡെക്കറേറ്റ് ആക്കി വെക്കുന്നതാണ് എല്ലാം പള്ളിയിൽ ഉള്ള പെരുന്നാളുകൾ പോലെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു പള്ളി പെരുന്നാൾ പോയി വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് നിങ്ങളുടെ മുന്നെയാണ് ഈ വ്ളോഗ് ഞാൻ എല്ലാവരുടെ മുന്നേ ഷൂട്ട് ചെയ്ത് അവതരിപ്പിക്കുന്നത്. സോ വെളിയിൽ നിന്നും കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റ്സൊക്കെ നല്ല എല്ലാം ഡെക്കറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഹാവ് എ ബ്ലാസ്റ്റ്. വി ആർ എൻറ്ററിങ് ദ ചേർച്ച്. നമ്മൾ ചർച്ച് ഇവിടെ നിന്ന് എൻറ്റർ ചെയ്യുവാണ് ഗൈസ്. സോ ഇവിടെ ആണ് എൻട്രി. നമ്മൾ എൻറ്റർ ചെയ്യുമ്പം നല്ലപോലെ ഇവിടെ എപ്പോഴും കാണുമ്പോൾ പിള്ളേരുടെ നല്ല കളിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്കോട്ടിന് അതൊന്നും വേണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ കൂടെ ഇറങ്ങിയത്, അവനതൊന്നും വേണ്ട. പിന്നെ ഇവിടെ ചണ്ടകൂട്ടലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. സോ ഹായ് ഗായ്സ്, വിക്ടറി ഫ്രണ്ട്സ്. സോ ആർ യു ഓൾ എൻജോയിങ്? യു ആർ ഗോയിങ് ടു എൻജോയ് ഈവൻ മോർ ഇൻ ദിസ് വ്ലോഗ് ഗായ്സ്. So say hi. He's also saying hi to everyone. So this is how the church looks like from outside. Too pretty, too beautiful. Okay, so ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. നല്ല ലൈറ്റിങ്സ്, വേറെ വേറെ കളർ ലൈറ്റിംഗ് ഒക്കെ എപ്പോഴും ഉള്ള പോലെയൊക്കെ തന്നെ. ഓക്കെ, ഇപ്പം നമ്മൾ പോവുകയാണ്, സ്റ്റോളിൻ്റെ അടുത്ത് പോവുകയാണ്. നമ്മൾ നടന്നു പോവുകയാണ്. ആദ്യം നമ്മൾ കണ്ട ഒരു കാഴ്ച ഇതാണ്, എല്ലാവരും നിൽക്കുന്ന കാഴ്ച. സോ ആദ്യം നമ്മളൊരു ഐസ്ക്രീം പാർലറിൻ്റെ അടുത്ത് പോയി. പിന്നെ ഇവിടെ എല്ലാം ഹലുവ വിൽക്കുമായിരുന്നു. പല പല കളേഴ്സും പല പല ടൈപ്പ് ഹലുവ ആണ്. ബട്ട് ഞാൻ ഓയിലി ഫുഡ് അത്രയും ഞാൻ അവോയ്ഡ് ചെയ്തു കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ എണ്ണ കൊണ്ട് ഒളിച്ചിരിക്കുന്ന ഹലുവ കഴിച്ചില്ല. Okay, so then there was ice cream parlor, ladies, children, all eating so here guys. So I hope you all are enjoying watching my vlog. And ഏത് സ്ഥലത്തിൽ നിന്നാണ് നിങ്ങളെല്ലാവരും എന്നെ വാച്ച് ചെയ്യുന്നത്, ഏത് ഡിസ്ട്രിക്ട് നെയിമും എഴുതണം. കേരളത്തിൻ്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നിങ്ങളെന്നെ കാണുന്നത്, എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ കേരളത്തിലല്ലെങ്കിലും which place you are watching me from, you can comment in my comment box. So here we started our venture with my son. ആദ്യം നമ്മൾ കയറിയത് ഒരു ടോയ് ഷോപ്പിലാണ്, ടോയ് സ്റ്റോളിലാണ്. ഇവിടെ നിറച്ച് ടോയ്സ് ഉണ്ട് guys. These are the wonderful toys in here. So guys, I am so confused what to buy for my son. There are several kind of toys, kitchen set, there is different cars, there is different guns, different piano, beautiful piano, little piano to play, a lot of Spider-Man clays. My son liked the fan, small fan, mini fan, rechargeable mini fan. അവനതാ ഇഷ്ടമായത്. അപ്പം ഒരു അങ്കിൾ കാണിച്ചു തരുമോ അതെങ്ങനെ? നല്ല ഫാൻ, സൂപ്പർ അല്ലേ? വേണോ? ഇതെങ്ങനെ ഓൺ ചെയ്യുന്നത് കാണിച്ചു തരട്ടെ. അങ്ങനെ ചെയ്താലേ ആ ബട്ടൺ ഞെക്കിയാണ്.
പക്ഷെ 1 2 3 സ്പീഡ് കൂടും. ആ ചാർജ് ചെയ്യണം. ആ ചാർജ് കുത്തണം അല്ലേ? അത് ഒരെണ്ണം കൂടെ എടുക്കാം. ഇപ്പം അമ്മയ്ക്കും കൊണ്ടുപോയി യൂസ് ചെയ്യാമല്ലോ. അതേത് കളറാ? പിങ്കാ? ഇത് വയലറ്റ് അല്ലേ? സോ ഇവിടെ 2 ഫാൻസ് അല്ലേ ഗൈസ്. ആ നിങ്ങളൊക്കെ ഈ പള്ളി പെരുന്നാളിൽ പോകുമ്പോൾ നിങ്ങളെ പിള്ളേരുടെ കൂടെ ആണോ പോകുന്നത്? പിള്ളേരുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ നിങ്ങൾ പള്ളി പെരുന്നാളിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം മേടിക്കാൻ എന്താണ് ഇഷ്ടം? ആൻഡ് നിങ്ങൾ ഫാൻ എടുക്കാം കേട്ടോ. ഇതെടുക്കാം, 2 ഫാൻ എടുക്കാം. രണ്ടും കേടാവോ പിന്നീട്? ചാർജിന് വെച്ചാൽ മതി അല്ലേ? എത്ര മണിക്കൂർ വെക്കണം ചാർജിന്? ആ എന്നാ ഇതിനകത്ത് ഇത് വെച്ചോ. ഗുണ്ടിക്ക് സാധനം വേണം. തംസ് അപ്പ്, ഗിവ് മീ തംസ് അപ്പ്. യാ. സോ നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് സെക്ഷനിലാണ് ഗൈസ്. ഇവിടെ ഞാൻ കുറേ സാധനങ്ങൾ കഴിച്ച്. ഞാൻ ആദ്യം മേടിച്ചത് ഇവിടെ നിന്ന് കോളിഫ്ലവറുടെ ഇതാണ്. കോളിഫ്ലവർ പൊട്ടേറ്റോയിൽ കോളിഫ്ലവർ സ്ഥലത്ത് പൊട്ടേറ്റോ എന്തുവാ മുറിച്ച് വെച്ച് അതാണ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത്. സോ അങ്ങനെ സ്കോട്ടോട് വെയിറ്റ് ചെയ്യുക. എനിക്ക് നോക്കാം ഇവര് തരുന്നത് ചട്നിയൊക്കെ അതിനുണ്ടാക്കി ഇടുന്നുണ്ട്. സോ ഗൈസ് എപ്പോഴും ചട്നി ഓൺ ടോപ്പ് ഓഫ് ദ ഫ്രൈഡ് പൊട്ടേറ്റോ. കോളിഫ്ലവർ അല്ല, രണ്ട് സ്ഥലത്ത് പൊട്ടേറ്റോ ഫ്രഞ്ച് ഫ്രൈസ് പോലെ ഓറഞ്ച് കളറിലാക്കി തന്നിട്ടുണ്ട്. അതിന് കഴിഞ്ഞ് അടുത്ത് ഞാൻ തട്ടിയത് മുളക് ബജിയാണ്. മുളക് ബജി അത്രയും രുചിയൊന്നും ഇല്ല, പക്ഷെ അത് ഒരു പ്ലേറ്റ് 3 തന്നു സോസ് കൊണ്ട്. നല്ല എരിച്ചിലായിരുന്നു ഗൈസ്, എനിക്കത്ര ദഹിച്ചില്ല. എന്നാലും ഞാൻ ഓർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇത് കഴിച്ച് എനിക്കിങ്ങനെ ഫീഡ്ബാക്കും എന്താ അതിന് അഭിപ്രായം പറയാൻ. മുളക് ബജിക്ക് അത്ര രുചിയില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എരിച്ചിൽ കൂടുതലായിരുന്നു. അത് മുളക് ബജിയോ തോന്നിയില്ല കഴിക്കുന്നത്, കാരണം സാധാ മുളക് ബജിക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മുളക് ബജി ഇത്തിരി കൊള്ളില്ലായിരുന്നു. സോ എന്തായാലും ഞാൻ റിക്കമെൻഡ് ചെയ്യുന്നില്ല ആരും ഈ പള്ളി പെരുന്നാൾ ആരെങ്കിലും മുളക് ബജി കഴിക്കാൻ. പക്ഷേ അതിന് കുക്ക് മാറിയാൽ എനിക്ക് സജസ്റ്റ് ഇനിയും ചെയ്യാം. അടുത്തിന് ഓർഡർ ചെയ്ത് പാനിപൂരി ആയിരുന്നു ഗായ്സ്. നിങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, 5-6 പാനിപൂരി ഒരു പ്ലേറ്റിലിട്ട് അവർ തന്നു. അങ്ങനെ ഇവരുടെ പാനിപൂരി എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് അത് ഞാൻ പ്രോസസ്സ് കാണിച്ചു തരാം. ഇവരുടെ ഒരു ചേച്ചിയാണ് പാനിപൂരി ഉണ്ടാക്കുന്നത്. എന്തായാലും നോർത്ത് ഇന്ത്യൻ പാനിപൂരിയുടെ ടേസ്റ്റിന് പകുതി പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ നോർത്ത് ഇന്ത്യൻസും അല്ല, ഇവർക്ക് നോർത്ത് ഇന്ത്യൻ പോയിട്ടും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവർ ഉണ്ടാക്കുന്നത് അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പാനിപൂരിയിൽ കുറേ അതിൻ്റേതായ ഇൻഗ്രീഡിയൻസ് ഇടാനായിട്ട് അതേമാതിരിയൊക്കെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ശ്രമം കൊള്ളായിരുന്നു, പക്ഷെ അതെങ്ങും എത്തിയില്ല. ഭയങ്കര ഡ്രൈ പാനിപൂരി അവർ ഉണ്ടാക്കിയത്. I don't recommend anyone to have pani puri like this. So ഇവിടെ ചേച്ചി പ്രോസസ് ബൈ പ്രോസസ് എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമെന്ന് ഓർത്ത് അങ്ങനെ സവാളയൊക്കെ അതിലിടുന്നുണ്ട്, മിക്സ്ചറൊക്കെ അതിലിടുന്നുണ്ട്. പക്ഷേ അതിന് ഒട്ടും രുചിയില്ലായിരുന്നു, അതെല്ലാം ഇട്ടിട്ട് ഒരു രുചിയില്ലായിരുന്നു ഗായ്സ്. പക്ഷേ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ. എല്ലാവരും വീഡിയോ ഉണ്ടാക്കുമ്പോൾ യൂട്യൂബിൽ എല്ലാം ഭയങ്കര പോസിറ്റീവും ഭയങ്കര പുകഴ്ത്തി പറയുള്ളൂ. ആരും സത്യകാര്യം പറയൂല, സത്യം പറയൂല. പക്ഷേ നമ്മൾ പറയും എന്തായാലും നമ്മുടെ പൈസ വേസ്റ്റായി ആൻഡ് എന്തായാലും നമ്മളിത് കഴിച്ചു. ഈവൻ ദോ ഐ ഡിഡ്ന്റ് എൻജോയ് മച്ച്, still I will show you in the video
I'm just trying to have some of the pani puri. സോ ഈ പാനിപ്പൂരി ഭയങ്കര ഡ്രൈ ആയിരുന്നു. അതിന് ഇടയ്ക്ക് തന്നൊരു ഗ്രീൻ ചട്നിയുടെ വെള്ളം അത് പിടിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത് ഒടിഞ്ഞ് താഴെ വീണു. അതിൽ തന്നെ മുക്കി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണമായിരുന്നു. പക്ഷേ പാനിപ്പൂരി അങ്ങനെ അല്ല. ഞാൻ നോർത്തിലായതുകൊണ്ട് എനിക്കറിയാം, ഡൽഹിയിലൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാം പാനിപ്പൂരി ഇതിനല്ല പറയുന്നത്. ഉണ്ടാക്കുന്ന വിധം തന്നെ അവർക്കറിയില്ല. ഇപ്പം ഞാൻ അധികം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും തോന്നും ഞാൻ പള്ളിപ്പെരുന്നാളിൽ നിന്ന് വ്ളോഗ് ഷൂട്ട് ചെയ്തതും എല്ലാം കുറ്റം പറയുക, പരദൂഷണം പറയുക. പക്ഷേ ഉള്ള കാര്യം നമ്മൾ പറയണം. വി ഹാവ് ടു സേ അവർ ഓണസ്റ്റ് റിവ്യൂ വെദർ വി എൻജോയ് ദ ഫുഡ് ഓർ നോട്ട്. പാനിപ്പൂരി കഴിക്കുക, പക്ഷേ ഇറ്റ്സ് നോട്ട് അപ് ടു ദ റിമാർക്ക്. ഓക്കെ. സോ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? പാനിപ്പൂരിയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഞാനൊന്ന് അനുഭവിച്ചത് എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഇത് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഗായ്സ് ഫൈനലി. സോ ഗായ്സ് അങ്ങനെ ഞാൻ കുറേ കഴിച്ചു. പക്ഷേ എൻ്റെ മോനോട് കഴിച്ചപ്പോൾ അവനൊന്നും വേണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ 2 സ്ഥലത്ത് ഞാൻ ഐസ്ക്രീം പാടും. ഐസ്ക്രീമിൻ്റെ ഇതുണ്ടായിരുന്നു. ഏതാണ് നിനക്ക് വേണ്ടടാ? ചോക്ലേറ്റ് വേണോ? മേടിക്കില്ലേ, ഒന്നുമില്ല. ഓക്കെ, ചോക്ലേറ്റ് വേണോ? പിസ്ത വേണോ? വയറിലെല്ലാം പോയി. വേണ്ടേ? സോ ഗായ്സ് അങ്ങനെ ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം. സോ അങ്ങനെ ഐസ്ക്രീം ഇസ് റെഡി. സോ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യാൻ മാക്സിമം നോക്കി ഈ പള്ളി പെരുന്നാൾ. സ്കോട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ തന്നെ കഴിച്ചു. ഫസ്റ്റ് ടൈം ഒരു പള്ളി പെരുന്നാൾ പിള്ളേർക്ക് ഒന്നും വേണ്ടാന്ന് നിൽക്കുമ്പം ഭയങ്കര അത്ഭുതം. ഈ പിള്ളേരാണ് അമ്മയുടെ പോക്കറ്റിൽ പൈസ എല്ലാം കുത്തിക്കളയുന്നത്. അത് ഇതും വേണമെന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ കൊച്ചിന് ഒന്നും കഴിക്കാനും വേണ്ട, ഐസ്ക്രീമും വേണ്ട, അവനൊന്നും കളിപ്പാട്ടും വേണ്ട. അങ്ങനെ നമ്മൾ പിന്നെ സ്നാക്സ് സ്റ്റോർ സെക്ഷനിൽ വന്നു. സ്നാക്സും ഹലുവവും പലതരത്തിലുള്ള സ്നാക്സും ചോക്ലേറ്റ്സൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോളിൽ നമ്മളെത്തി ഗായ്സ്. സോ ഞാൻ ഒരു സ്വർണ്ണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ഇവിടെ പോപ്കോൺ ഉണ്ട് കേട്ടോ. സോ ഇവിടെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ചോക്ലേറ്റ്സുകൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു കോട്ടൺ ക്യാൻഡി മേടിച്ചു. പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് മേടിച്ചത്. അവനൊന്നും വേണ്ടായിരുന്നു സ്വന്നാലും മേടിച്ചെങ്കിലും അവനെ ഹാപ്പി ആക്കാൻ. പിന്നെ ലാസ്റ്റ് ഞാൻ വന്ന് ലേഡീസിൻ്റെ വളയും നെയിൽ പോളിഷും ഹെയർ ക്ലിപ്സിൻ്റെ സെക്ഷനിൽ. ഇവിടെ കുറേ നേരം ഞാൻ നിന്ന് സെലക്റ്റൊക്കെ ചെയ്ത് സമയമെടുത്തെല്ലാം സെലക്ട് ചെയ്ത് വാങ്ങിച്ചു ഞാൻ. സോ ഇവിടെ പള്ളി പെരുന്നാൾ നമ്മൾ ഇതെല്ലാം കണ്ട് ഇതെല്ലാം വിലയ്ക്ക് ചോദിച്ച് നമ്മൾ ഇരിക്കുക. അങ്ങനെ നമ്മളിതെല്ലാം വിലയും ചോദിച്ച് പല കളറിൽ വളകളുണ്ടായിരുന്നു. എൻ്റെ കൊച്ചു മോനായിപ്പോയി, അല്ലെങ്കിൽ അവന് ഞാൻ വള മേടിച്ച് മക്കളാണ്. അപ്പോൾ അവനൊരു മോനായതുകൊണ്ട് മേടിക്കാനും പറ്റില്ല. ഇവിടെ ഒരു പിങ്ക് നെയിൽ പോളിഷ് ഉണ്ട്. എനിക്ക് പിങ്കും റെഡൊക്കെ ഒത്തിരി ഇഷ്ടമാണ് നെയിൽ പോളിഷ്. പിന്നെ ഞാൻ ഓർത്തു ഈ വള കുറച്ചുപോലും എൻ്റെ സൈസിലാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ അത് നല്ല ചെറുതായിരുന്നു. എനിക്ക് ഇടാൻ നോക്കി, പക്ഷെ അത് കയ്യിൽ ഫിറ്റാവുന്നില്ല. പിന്നെ ഞാൻ ഇച്ചിരി കൂടെ വലിയ സൈസ് കഞ്ഞിയോ അറിയില്ല. ഇതെനിക്ക് എൻ്റെ സൈസിന് പറ്റിയതാണോ? ഇത് കൈ ഇച്ചിരി വലുതാണ്. ആ
നമുക്കതിട്ട് നോക്കാം ആ വള ഫിറ്റ് ആവില്ലയോ. പക്ഷേ എൻ്റെ കൈ ഭയങ്കര വലുതായതുകൊണ്ട് എല്ലാ വളകളുടെ സൈസ് ചെയ്തതാണ്. വലിയ സൈസ് ഉണ്ടോ? അപ്പോൾ എൻ്റെ കൈ നല്ല വലുതായതുകൊണ്ട് ഇല്ലായിരിക്കും ഒരു വളയും കയറുന്നില്ല. ആൻഡ് ഏറ്റവും വലിയ സൈസ് തന്നെ എടുത്തു. ഇവിടും ഏറ്റവും വലിയ സൈസ് എടുത്തിട്ട് അത് ഫിറ്റ് ആവുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വളയുടെ എന്തുവാ പർച്ചേസിങ് അങ്ങനെ നടന്നില്ലായിരുന്നു. രണ്ട് സൈസ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ നെയിൽ പോളിഷ് സെക്ഷനിൽ വന്നു. കുറേ നെയിൽ പെയിൻറ്റ് പല കളേഴ്സിനെ നോക്കുന്നുണ്ടായിരുന്നു. പിങ്കാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പിന്നെ റെഡും നോക്കുന്നുണ്ട്. റെഡ് എടുത്ത് വെച്ച് ഞാൻ പിന്നെ ഞാൻ കുറച്ച് വേറെ വെറൈറ്റി നോക്കുന്നുണ്ടായിരുന്നു. ഇത് ഇച്ചിരി റെഡ് കളറാണ്. ലേഡീസ് and girls, young girls out there, you all like to mostly do all these kind of shoppings of bangles, nail polish, hair clips, different kind of colorful bangles and colorful nail polish, different hair clips, hair bands. I'm damn sure you all ladies and women and children, among children the girls will enjoy to do like this kind of shopping. So if you all are enjoying my video, please do comment in the comment box, and please do support my channel, and don't forget to hit the like button, and please don't forget to subscribe my channel, and stay tuned till the last of my video of this vlog, because I specially made this vlog. I've crafted this vlog for all of you guys. So finally finalized my nail polish, dark brown color, chocolate brown color. I got my nail polish, I got my hair bands to tie my hair. So yeah, here I have decided to buy hair rubber bands, the basic important thing in our life of all the ladies out there. And yeah, I bought some nail polish, rubber band, and yeah, this is what I took. നല്ല വേർത്തൊലിക്കുക കായ്സ്. നല്ല ചൂടാണ് ഇവിടെ. വൈകുന്നേര സമയമാണ് 7 മണി. അങ്ങനെ ഇവിടെ എൻ്റെ കയ്യിലെല്ലാം ഷോപ്പിംഗ് ചെയ്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോനും എല്ലാവർക്കും ഹായും ബായും എല്ലാം കൂടി പറയുവാണ്. സോ അങ്ങനെ എൻ്റെ വ്ളോഗ്സ് അവസാനിച്ച് കഴിഞ്ഞു ഗായ്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അൻറ്റിൽ ദെൻ ബൈ. സോ ഇത് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു സെൽഫി ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത് ലാസ്റ്റിൽ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു, എന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ്. Here we come to end of this vlog. Until then, bye.